എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഷാജിയുടെ അമ്മയും പെങ്ങളും ഒക്കെ അലീനെ നോക്കി നിൽക്കുവാണ്. കുറേ നേരമായിട്ടും കാണാതെയാകുമ്പം ഷാജിയുടെ അമ്മയ്ക്ക് ടെൻഷനാവും. എടാ നീ ഒന്ന് പോയി നോക്കിയേ, ആ പെങ്കുച്ചിനെ പിന്നെ അവരെന്തെങ്കിലും ചെയ്ത് കാണുമോ എന്നൊക്കെ ഇങ്ങനെ പറയുക. അന്നേരം ഷാജി പറയുന്നുണ്ട്, അമ്മയൊന്നും മിണ്ടായിരുന്നേ, അങ്ങോട്ട് പോയത് അലീനയല്ലേ, അവൾക്ക് അങ്ങനെ ഒന്നും സംഭവിക്കത്തൊന്നുമില്ല, ഇപ്പം ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. ഏതായാലും അമ്മയ്ക്ക് ആകെ ടെൻഷനായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്നു. അപ്പോഴത്തേക്കും അലീന കയറി വരുന്നുണ്ട്. കയറി വരുന്ന കാണുന്ന ഭയങ്കര സന്തോഷമാട്ടോ. എഴുന്നേറ്റ് ഓടി അടുത്തോട്ട് ചെല്ലും. അന്നേരം അലീന പറയുന്നുണ്ട്, ഞാൻ അവളെ കണ്ടു, സംസാരിച്ചു, ആശ്വസിപ്പിച്ചു, ഇപ്പോഴെനിക്ക് സമാധാനമായി. അതുപോലെ നല്ല കുറച്ച് അയൽക്കാരെയും ഞാൻ കണ്ടു. ഇതൊന്നും ഞാൻ മറക്കില്ല കേട്ടോ. എനിക്ക് ഭക്ഷണം തന്നു, ഉടുക്കാൻ വേഷം തന്നു, അതുപോലെ എല്ലാം തന്നു, എന്നെ സ്നേഹിച്ചു. ഇതൊരിക്കലും ഞാൻ മറക്കില്ല. മരണത്തിൻ്റെ മുന്നിൽ നിന്നാണ് എല്ലാവരും എന്നെ തിരിച്ചു കൊണ്ടുവന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. അത് കഴിഞ്ഞ് ഷാജിയുടെ പെങ്ങളോട് പറയുന്നുണ്ട്, മോൾക്കുള്ളതിൽ ഏറ്റവും നല്ല ഡ്രസ്സാണ് എനിക്ക് തന്നത് എന്ന് എനിക്ക് മനസ്സിലായി. അതൊന്നും ഞാൻ മറക്കില്ല കേട്ടോ, ഈ സ്നേഹം ഞാൻ മറക്കില്ല എന്ന് പറയുമ്പോൾ ഷാജി അവിടെ നിന്ന് തമാശ പോലെ പറയുന്നുണ്ട്. അതേ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നേരാ, പക്ഷെ അതങ്ങ് ഈ പേരും പറഞ്ഞങ്ങ് എടുക്കാമെന്നൊന്നും ഓർക്കണ്ട, കഴുകി വൃത്തിയാക്കി കൊണ്ട് കൊടുത്തേക്കണം എന്ന് പറയുമ്പോൾ ഓ അതൊക്കെ ചെയ്തോളാം എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് പോട്ടെ, ഞാൻ നാളെയും വരും, അവളെ ഇടയ്ക്ക് വന്ന് കാണണം, അവളെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകണം എന്നൊക്കെ അലീന പറയുന്നു. അത് കഴിഞ്ഞ് ഷാജിയോട് പറയും, കുറേ താമസിച്ചു, അതുകൊണ്ട് വീട്ടിലൊന്ന് കൊണ്ടുവിടാവോ എന്ന്. അന്നേരം അതിനെന്താ കയറിക്ക് കൊണ്ടുവിടാമെന്ന് പറയുന്നു. അവരോട് യാത്ര പറഞ്ഞ് അലീന അവിടെ നിന്ന് ഇറങ്ങുക. അലീന അവിടുന്ന് പോയതിന് ശേഷമാണ് പോലീസുകാർ കോളനിയിലേക്ക് എത്തുന്നത്. അവിടെ കൊണ്ട് വണ്ടി നിർത്തും. എന്നിട്ട് കോൺസ്റ്റബിൾസിനോട് പറയുന്നുണ്ട്, എല്ലാ വീട്ടിലും പോയി അവരോട് എല്ലാവരോടും ജീപ്പിൻ്റെ അടുത്തോട്ട് വരാൻ പറ എന്ന്. അങ്ങനെ എല്ലാവരെയും കാത്തു നിൽക്കുവാണ് എസ് ഐ. അപ്പോഴത്തേക്കും ശരണ്യയുടെ വീട്ടിലും പോയി പറഞ്ഞായിരുന്നു അങ്ങോട്ട് എല്ലാവരും ചെല്ലണമെന്ന്. അന്നേരം ആകെ പേടിയാവുന്നുണ്ട് ശരണ്യയുടെ അമ്മയ്ക്ക്. അമ്മ ഓടി വന്ന് അച്ഛനോട് ഈ കാര്യം പറയുമ്പോൾ പോകണോ അങ്ങോട്ട് എന്നിങ്ങനെ ചോദിക്കുവാണ് ചെറിയൊരു ടെൻഷനോടെ ശരണ്യയുടെ അച്ഛൻ. അന്നേരം നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, പോയിട്ട് വാ, അല്ലാതെ എങ്ങനെയാണ് എന്നിങ്ങനെ പറയുന്നു. അങ്ങനെ കോളനിയിൽ നിന്നുള്ള അത്യാവശ്യം കുറേ പേരൊക്കെ വിളിച്ച് നിർത്തിയിട്ടുണ്ട്. അന്നേരം എസ് ഐ ചോദിക്കുന്നുണ്ട്, ഇത്രയും പേരുള്ളോ ഇവിടെ, കുറേ പേരെ കൂടി കാണണമല്ലോ, കുറച്ച് മുമ്പ് 10-30 പേരിൽ അധികം ഇവിടെ കൂടിയതാണല്ലോ എന്ന് പറയുമ്പം ആ കൂടെയുള്ള ഒരാൾ പറയുന്നുണ്ട്, പലരും പല ജോലിക്കും ഒക്കെ ആയിട്ട് അങ്ങ് പോയി സാറേ എന്ന്. അന്നേരം എസ് ഐ പറയുവാണ്, കുറച്ച് മുമ്പ് നിങ്ങളൊരു പെൺകുട്ടി ഇവിടെ ഇട്ട് മർദ്ദിക്കുകയും മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്താനും ഒക്കെ നോക്കിയായിരുന്നല്ലോ, അതിൽപ്പെട്ടവരൊക്കെ എന്ത് ചെയ്യും, അവരെയൊന്നും ഇവിടെ കാണുന്നില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും അയ്യോ സാറേ അങ്ങനെയൊന്നുമില്ല, അതിനെ ആ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചിട്ടൊന്നുമില്ല എന്ന് പറയുമ്പോൾ കത്തിച്ചില്ല എന്ന് എനിക്ക് മനസ്സിലായി, പക്ഷേ ആ ഒരു കാര്യം ചെയ്തവർ ഒക്കെ എന്ത് എന്നാണ് ചോദിച്ചത്. ഇനിയിപ്പം അതിന് തെളിവ് വേണമെങ്കിൽ ഞാൻ അതും കാണിച്ചു തരാം, അതിനുള്ളതൊക്കെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ വീഡിയോ എടുത്ത് എല്ലാവരെയും കാണിക്കും. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് നോക്കിയിട്ടുണ്ടെങ്കിൽ ആരൊക്കെയാണ് തെറ്റ് ചെയ്തത് എന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇപ്പോൾ എവിടെയെങ്കിലും ഒളിച്ചിരുന്നിട്ടുണ്ടെങ്കിലും പിന്നെ എൻ്റെ കയ്യിൽ കിട്ടുമല്ലോ, അന്ന് ഞാൻ ഇടിച്ച് എല്ലൂരും. അതുകൊണ്ട് മര്യാദയ്ക്ക് എൻ്റെ അടുത്തോട്ട് ഇപ്പോൾ വരുന്നതാണ് എല്ലാവർക്കും നല്ലത്. തെറ്റ് സമ്മതിച്ച് ഇപ്പം ജീപ്പിൽ കയറിയിട്ടുണ്ടെങ്കിൽ കോടതിയിൽ കൊണ്ടേ ഹാജരാക്കും, ജാമ്യം എടുത്ത് പോരാം, അല്ലെങ്കിൽ പിന്നെ എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ഞാൻ അതിൻ്റെ ബാക്കി ചെയ്യും എന്നൊക്കെ പറയുമ്പോഴേക്കും ഒരുത്തൻ പറയുന്നുണ്ട്, സാറേ ഞാൻ അവളെ അടിച്ചത് പിന്നെ മുടിക്ക് കുത്തിപ്പിടിച്ചത് ജാനി ചേച്ചിയാണോ എന്തോ പറയുന്നുണ്ട്. അങ്ങനെ ചെയ്ത എല്ലാവരെയും ലിസ്റ്റ് പറയും. അന്നേരം നീ പോയി വണ്ടിയിൽ കയറടാ എന്ന് പറയും. അവൻ വണ്ടിയിൽ കയറി കഴിയുമ്പോഴേക്കും വേറൊരുത്തൻ വന്നിട്ട് പറയും, സാറേ ഞാനൊരു ചവിട്ട് കൊടുത്തായിരുന്നു എന്ന്. അന്നേരം നീ വണ്ടിയിൽ കയറി എന്ന് പറയുമ്പോൾ അവൻ ഭയങ്കര സന്തോഷത്തോടെ പറയുവാണ്, പത്രത്തിൽ ഫോട്ടോ വരുമെങ്കിൽ ഞാൻ കയറാമെന്ന്. എന്നിട്ട് ബാക്കി ചെയ്ത ഓരോരുത്തരുടെയും വീട് സഹിതം അവൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവരെങ്ങനെ പിടിച്ചുകൊണ്ട് സാറേ അവരും എൻ്റെ ഫ്രണ്ട്സാണ് എന്ന് പറയുന്നുണ്ട്. അന്നേരം എസ് ഐ നീ കൂടുതൽ സംസാരിക്കാതെ വണ്ടിയിൽ കയറുക എന്ന് പറയുന്നു. എന്നിട്ട് അവരെയും കയറ്റി വണ്ടി ഇങ്ങ് പോരുക. പോയി കഴിയുമ്പോൾ കോളനിക്കാർക്കൊക്കെ ആകെ ടെൻഷനായേ. അവർ പറയുന്നുണ്ട്, ഈശ്വര അവന്മാരുടെ കാര്യം ഇനി പോയെന്നാണ് തോന്നുന്നത് എന്നൊക്കെ. അപ്പോഴത്തേക്കും അലീന വീട്ടിലോട്ട് തിരിച്ചെത്തി. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഷാജിയുടെ വീട്ടിൽ കയറിയിട്ട് കാപ്പി കുടിച്ചിട്ട് പോകാം, ഒരു ഗ്ലാസ് ചായയെങ്കിലും കുടിച്ചിട്ട് പോകാം എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിക്കുന്നുണ്ട് അലീന. അന്നേരം അയ്യോ അതിനൊന്നും ഞാനില്ല, ഇനിയിപ്പോൾ അങ്ങനെ വന്നെങ്കിൽ തന്നെ പിന്നെ എപ്പോഴെങ്കിലും വരാം, എനിക്കിപ്പോൾ ഓട്ടോ ഉണ്ട്, തിരക്കാണ് എന്നൊക്കെ പറയുമ്പോൾ അലീനെ നിർബന്ധിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ഷാജിക്ക് ഒരു ഫോൺ കോൾ വരും. ഷാജി അതെടുത്ത് അതാ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് വണ്ടി തിരിച്ചെടുത്തുകൊണ്ട് പോവുക. അലീന എന്തെങ്കിലും ബാഗിൽ നിന്ന് പൈസ എടുത്തിട്ട് പൈസ കൊടുക്കാൻ തുടങ്ങുമ്പോൾ അതുപോലും മേടിക്കാതെയാണ് ഷാജി പോകുന്നത്. പിന്നെ അലീന വീട്ടിലോട്ട് കയറി വരുന്നു. കോളിംഗ് ബെല്ലടിച്ച് ചെയ്യുമ്പോൾ വന്ന് തുറക്കുന്നത് ബബിതയാണ്. ബബിത ഒരു നോട്ടം നോക്കിയിട്ട് അവളങ്ങ് പോകും. അലീന അകത്തോട്ട് കയറി കഴിയുമ്പോൾ ഹാളിൽ ബാലേന്ദ്രൻ ഇരിപ്പുണ്ടായിരുന്നു. ബാലേന്ദ്രൻ ഇങ്ങനെ പെട്ടെന്ന് സൂക്ഷിച്ച് നോക്കിയിട്ട് എഴുന്നേറ്റ് വരും. എന്നിട്ട് ഇതാര ഡ്രസ്സാണ് മോളെ, നീ ഈ ഡ്രസ്സ് ഇട്ടുണ്ടല്ലോ പോയെ, നിനക്ക് എന്താ സംഭവിച്ചേ എന്നൊക്കെ ചോദിക്കും. അന്നേരം അലീനയുടെ മുഖം കാണുമ്പോൾ അടിയൊക്കെ കൊടുത്തതല്ലേ, ഒരു മാറ്റം. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കും, നിനക്ക് എന്താ സംഭവിച്ചത്, നിന്നെ അവരെല്ലാവരും ഉപദ്രവിച്ചോ, എന്താ സംഭവിച്ചത്, എന്നോട് സത്യം പറ എന്നിങ്ങനെ പറയുമ്പം ഇല്ല അച്ഛാ അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല,
എന്നെ കണ്ടപ്പം അവരെന്നെ തെറ്റിദ്ധരിച്ചോ, അത്രേ ഉണ്ടായുള്ളൂ എന്നൊക്കെ പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇങ്ങനെയുള്ളൊരു മറുപടിയല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത്. എനിക്ക് സത്യസന്ധമായിട്ട് എന്താ സംഭവിച്ചത് എന്നുള്ളത് തുറന്ന് പറഞ്ഞ് കേൾക്കണം. അങ്ങനെ അഴകുഴുമ്പം മറുപടിയൊന്നും എനിക്ക് വേണ്ട. എൻ്റെ ഇഷ്ടത്തിനല്ല നീ അവിടെ പോയത്. നീ പറഞ്ഞു നിൻ്റെ ആഗ്രഹത്തിന് ഞാൻ തടസ്സം നിൽക്കണ്ടല്ലോ എന്ന് കരുതി പൊക്കോളാൻ പറഞ്ഞു. അത്രയേ ഉള്ളൂ. എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അത് തുറന്നു പറ എന്നിങ്ങനെ ബാലേന്ദ്രൻ ഇത്തിരി ദേഷ്യത്തോടെ ഇങ്ങനെ പറയുവാണ്. അന്നേരം വേറെ നിവൃത്തിയില്ലല്ലോ, അതുകൊണ്ട് അലീന എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു. പറഞ്ഞു കഴിയുമ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഞാൻ സമ്മതിച്ചു തന്നേക്കുന്നു നിൻ്റെ ധൈര്യത്തെ. ധൈര്യമല്ല, അഹങ്കാരം അത് കൂടി നിൽക്കുക. അതുകൊണ്ടല്ലേ ഇത്രയൊക്കെ സംഭവിച്ചതിന് ശേഷവും നീ പിന്നെ ആ വീട്ടിലോട്ട് ചെന്ന് കയറി കൊടുത്തത്. അവർ നിന്നെ ഉപദ്രവിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? നീ ഒന്ന് ഓർത്തു നോക്കി. ആ ഓട്ടോക്കാരൻ വന്നില്ലായിരുന്നുവെങ്കിൽ നീ ഇപ്പം അവിടെ നിന്ന് കത്തിയേനെ. ശരണ്യയുടെ വീട്ടുകാർക്ക് വിളിച്ചു പോയേനെ. ഇതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു അലീന എന്നിങ്ങനെ ദേഷ്യത്തോട് ചോദിക്കുമ്പം അലീന പറയുന്നുണ്ട്, അച്ഛ ഞാൻ നല്ലൊരു കാര്യം ചെയ്തിട്ടാണ് വന്നത്. അച്ഛൻ എന്നെ വഴക്ക് പറഞ്ഞ് അതിൻ്റെ സന്തോഷം ഇല്ലാതാക്കല്ലേ. എനിക്കിപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇതിന് ശേഷവും ഞാൻ അവളെ കണ്ടു, സംസാരിച്ചു, അവളെ ആശ്വസിപ്പിച്ചു. അതിനൊക്കെ എന്നെക്കൊണ്ട് സാധിച്ചു. അതുകൊണ്ട് അച്ഛൻ എന്നെ വഴക്ക് പറയില്ലേ എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാനിനി വഴക്കൊന്നും പറയുന്നില്ല. ഇനി ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ചെയ്തേക്കരുത് എന്ന് പറയും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ എന്താ വേണ്ടേ? ഇനിയിപ്പം കഴിക്കാൻ എന്തെങ്കിലും ഭക്ഷണം വേണോ? വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ നിനക്ക്? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര ടെൻഷനോട് കൂടിയായിട്ടോ ബാലേന്ദ്രൻ ചോദിക്കുന്നത്. അന്നേരം അലീന പറയും, ഇല്ല എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഭക്ഷണവും വേണ്ട, ഒന്നുകൂടി ഒന്ന് കുളിക്കണം, ഇപ്പോഴും തലയിൽ മണ്ണെണ്ണയുടെ മണമൊക്കെ ഉണ്ട്, അതുകൊണ്ട് കുളിച്ച് ഡ്രസ്സൊന്ന് മാറണം എന്ന് പറയുമ്പം എങ്കിൽ പോയി കുളിച്ചിട്ട് വാ എന്നിങ്ങനെ പറയുന്നു. അലീന പോകുമ്പോഴും ആകെ ടെൻഷനോട് ഇങ്ങനെ നെടുവീർപ്പെട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ ബാലേന്ദ്രൻ. ഈ സംഭവങ്ങളെല്ലാം അലീന ബാലേന്ദ്രനോട് പറയുമ്പം അവിടെ ചായയും കുടിച്ചതെല്ലാം കേട്ടോണ്ട് ഇരിക്കുന്നുണ്ടായിരുന്നു ബബിത. അവൾക്ക് എന്നും ഉള്ള ആ ഭാവം തന്നെ, സ്ഥായിയായ പുച്ഛഭാവം മാത്രം അവിടെ ഉണ്ട്. ഏതായാലും പോലീസുകാർ കോളനിയിൽ പോയതിന് ശേഷം അവിടുന്ന് കിട്ടിയ 2-3 പ്രതികളെയായിട്ട് നേരെ നെടുമ്പുരിക്കിലേക്ക് വരുന്നുണ്ട്. പോലീസുകാർ വന്ന് വണ്ടി നിർത്തി കയറി വന്ന് കോളിംഗ് ബെൽ അടിച്ചിട്ട് ഫ്രണ്ടിൽ നിൽക്കുവാണ്. അന്നേരം അലീന കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയായിരുന്നു. അലീന വന്ന് ജനലിക്കട് നോക്കുമ്പോൾ പോലീസുകാരാണ് എന്നറിയും. അങ്ങനെ ആകെ ടെൻഷനാകും. ബാലേന്ദ്രൻ ഉണ്ടല്ലോ വീട്ടിൽ, ഓടിപ്പോയി പറയും ബാലേന്ദ്രനാണ് വന്ന് വാതിൽ തുറക്കുന്നത്. തുറന്നിട്ട് ബാലേന്ദ്രൻ ചോദിക്കും, ഇന്നെന്താ ആവശ്യം? കസ്റ്റഡി ആണോ അതോ അറസ്റ്റാണോ എന്താണ് എന്ന് ചോദിക്കുമ്പം എസ് ഐ പറയുന്നുണ്ട്, ഞാൻ അതിനൊന്നും അല്ല വന്നത്, അലീന എന്ന് പറയുന്ന പെൺകുട്ടി ഇവിടെ ഇല്ലേ എന്ന് ചോദിക്കും. അന്നേരം ബാലേന്ദ്രൻ പറയും, ആ പെൺകുട്ടി ഇവിടെ ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാലോ, അതുകൊണ്ടാണല്ലോ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇവിടെ വന്ന് കൊലക്കേസ് പ്രതികളെ കൊണ്ടുപോകുന്നത് പോലെ ജീപ്പേ കയറ്റിക്കൊണ്ട് പോയത്. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാതിരിക്കില്ലല്ലോ എന്ന് പറയുമ്പം എസ് ഐ പറയുന്നുണ്ട്, ഞാൻ വഴക്കുണ്ടാക്കാൻ വേണ്ടി വന്നതൊന്നുമല്ല. ആ അലീന എന്ന് പറഞ്ഞ പെൺകുട്ടിയെ ഇന്ന് കുറച്ച് പേർ കൂടി മർദ്ദിക്കുകയും കൊല്ലാൻ നോക്കിയും ഒക്കെ ശ്രമിച്ചു എന്ന് ഞങ്ങൾ അറിഞ്ഞു. അതുകൊണ്ട് അതിൽപ്പെട്ട കുറച്ച് പേരെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അവളോടുകൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ചോദിച്ചറിയണം, അതിനു വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത് എന്ന് പറയും. അന്നേരം അത് കേൾക്കുമ്പോൾ ബാലേന്ദ്രൻ ആയിക്കോട്ടെ അകത്തോട്ട് കയറി പോരെ, അവളകത്തുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ അവരകത്തോട്ട് കയറി വന്നിട്ട് ഇരിക്കാൻ പറയുവാണ് ബാലേന്ദ്രൻ. എന്നിട്ട് അലീനെ വിളിക്കും. അലീന എന്ന് വിളിക്കുന്നതേ അലീന അകത്തുനിന്ന് എന്താ അച്ഛ എന്ന് ചോദിച്ചുകൊണ്ടാണ് വരുന്നത്. അന്നേരം ഇങ്ങനെ പോലീസുകാരൻ ഭയങ്കര ഇങ്ങനെ സംശയത്തോടെ ബാലേന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കുവാണ്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അവളെന്നെ അച്ഛ എന്നാണ് വിളിക്കുന്നത് എന്ന്. ഏതായാലും അലീന വന്നു കഴിയുമ്പോൾ ആ പോലീസുകാരൻ ചോദിക്കുന്നുണ്ട് കേട്ടോ, നീ ഇന്ന് ആ കോളനി പോയായിരുന്നോ എന്ന്. എന്നാലും ഞാൻ പോയായിരുന്നു എന്ന് പറയുമ്പോൾ അവിടെ കുറച്ച് പേര് നിന്നെ ഉപദ്രവിച്ചു എന്ന് ഞങ്ങൾ അറിഞ്ഞു, അതിൻ്റെ വീഡിയോ പോലും എൻ്റെ കയ്യിലുണ്ട്, അതിൽപ്പെട്ട കുറച്ച് പേരെ ഞാൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നീ കുറച്ച് വിശദമായിട്ടൊരു മൊഴി തരുവാണെങ്കിൽ ബാക്കിയുള്ളവരെയും കൂടി അറസ്റ്റ് ചെയ്യാം, അതിനു വേണ്ടിയാണ് വന്നത് എന്നൊക്കെ പറയുമ്പം അലീന പറയുവാണ്, അലീനയ്ക്ക് പരാതിയൊന്നും ഇല്ല എന്ന്. അന്നേരം പരാതിയൊന്നും ഇല്ലേ, കൊല്ലാൻ ശ്രമിച്ചവരോട് പരാതിയില്ലെന്നോ എനിക്ക് മനസ്സിലായില്ല എന്നിങ്ങനെ പറയുമ്പം അലീന പറയുന്നുണ്ട്, ഞാൻ ആ കോളനിയിലേക്ക് ചെന്നപ്പം അവിടെയുള്ളവർ എന്നെ തെറ്റിദ്ധരിച്ചു. ആ പെൺകുട്ടിയുടെ അടുത്ത് ഞാൻ പോകുന്നത് അവളെ സ്വാധീനിക്കാനാണ് എന്ന് അവർ കരുതി. അതുകൊണ്ട് അവർ ദേഷ്യത്തോടെ അങ്ങനെയൊക്കെ ചെയ്തതാണ്, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പം എസ് ഐ ചോദിക്കുന്നുണ്ട്, ശരിക്കും നീ അങ്ങോട്ട് പോയത് ആ പെൺകുട്ടിയെ സ്വാധീനിക്കാൻ വേണ്ടി തന്നെയല്ലേ എന്ന്. അന്നേരം അലീന പറയും, ഞാൻ അതിന് വേണ്ടിയല്ല അങ്ങോട്ട് പോയത്, ഞാൻ ആ പെൺകുട്ടിയെ കാണാൻ പോയത് അവളെ ആശ്വസിപ്പിക്കാനും പഴയ ജീവിതത്തിലേക്ക് അവളെ തിരിച്ചു കൊണ്ടുവരാനും വേണ്ടിയാണ്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അവളോട് പോയി ചോദിച്ചാൽ അവൾ കാര്യങ്ങളൊക്കെ പറയും എന്ന് പറയുന്നുണ്ട്. അന്നേരം എസ് ഐ പറയുന്നുണ്ട്, എന്താണെങ്കിലും അവിടെ ചെയ്ത ആ തെറ്റിന് അവർ ശിക്ഷ അനുഭവിക്കണം, അതുകൊണ്ട് മൊഴി തരാൻ തയ്യാറാണോ എന്ന് ചോദിക്കുമ്പോൾ അലീന പറയും, എനിക്ക് പരാതിയൊന്നുമില്ല എന്ന്. അന്നേരം എസ് ഐ പറയുന്നുണ്ട്, ഞങ്ങൾ പെട്ടെന്ന് ആക്ഷൻ എടുത്തത് നിനക്ക് DYSP ആയിട്ട് ബന്ധമുണ്ട് എന്ന് മനസ്സിലായത് കൊണ്ടാണ്, എന്നിട്ടിപ്പം പോലീസുകാരെ വിഡ്ഢികളാക്കുവാണോ എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, അയ്യോ സാർ അങ്ങനെയൊന്നും അല്ല, ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ അവിടെയുള്ളവർ തെറ്റിദ്ധരിച്ചു, ഞാൻ ഇവിടുത്തെ
രോഹിത്തിൻ്റെ പെങ്ങളാണ് എന്നും അവളെ സ്വാധീനിക്കുമെന്നും ഒക്കെ അവർ കരുതി. പിന്നെ ശരണ്യയോട് ചെയ്തതിനെല്ലാം പ്രതികാരം വീട്ടണമെന്ന് തോന്നിയതുകൊണ്ട് അന്നേരത്തെ ദേഷ്യം കൊണ്ട് അവർ പെട്ടെന്ന് ചെയ്തതാണ്. അതിനുശേഷം അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി, അവരെല്ലാം തണുത്തു, ദേഷ്യമൊക്കെ മാറി. അതിനുശേഷം ഞാൻ ശരണ്യെ പോയി കണ്ടു, ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് വന്നത്, അതുകൊണ്ട് എനിക്ക് പരാതിയില്ല എന്ന് പറയുമ്പം പോലീസുകാർക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ലേ, പോലീസുകാർ വെറുതെ ഞങ്ങൾ വിഡ്ഢികളായി എന്ന് പറയുമ്പം അങ്ങനെയൊന്നുമില്ല സാർ, സാറിന് അവരോട് പറയാമല്ലോ, അലീനയ്ക്ക് പരാതി ഇല്ലാത്തത് കൊണ്ട് നിന്നെയൊക്കെ വെറുതെ വിട്ടേക്കുന്നു എന്നുള്ള രീതിയിൽ സംസാരിക്കാമല്ലോ. അന്നേരം അവർക്ക് എന്നോടുള്ള ദേഷ്യവും മാറും, പോലീസുകാരോടുള്ള പരിഭവം മാറും, അങ്ങനെ ചെയ്യാലോ എന്നൊക്കെ പറയുമ്പോഴേക്കും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് തോന്നിയത് കൊണ്ട് ഇങ്ങനെ മുഖത്ത് നോക്കിയിട്ട് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് പോലീസുകാരങ്ങ് ഇറങ്ങി പോവുകയാണ്. അതിനു മുമ്പ് ബാലേന്ദ്രനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ, സാറിൻ്റെ അഭിപ്രായം എന്താണ് എന്ന്. അന്നേരം ബാലേന്ദ്രൻ പറയും അവൾ പറഞ്ഞതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല എന്ന്. അന്നേരം അവരങ്ങ് ഇറങ്ങിപ്പോവും. അവർക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല അത്രയ്ക്ക്. ഇറങ്ങി പുറത്തു പോയി നിന്നിട്ട് ബാലേന്ദ്രൻ അന്നേരം പുറകെ ചെന്നായിരുന്നു. ബാലേന്ദ്രനോട് പറയുവാണ്, നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി, നിങ്ങൾക്ക് സംരക്ഷണം തരാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ആ പെങ്കൊച്ചിന് എന്തോ കുഴപ്പമുണ്ട് തലയ്ക്ക്, അതിനെ വല്ല ആശുപത്രിയിലും കൊണ്ട് ചികിത്സിക്കുക എന്നിങ്ങനെ പറയുമ്പോഴേക്കും ബാലേന്ദ്രൻ നിർത്തിയേരെ, അതങ്ങനെ നിന്നോട്ടെ എന്ന് പറയുന്നു. അങ്ങനെ പോലീസുകാരങ്ങ് കയറി പോകുമ്പോൾ അവരെ നോക്കി നിൽക്കുന്ന ബാലേന്ദ്രനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ പ്രൊമോ കാണിക്കുന്നുണ്ട്. ആ പ്രൊമോയിൽ ഈ സംഭവത്തിന് ശേഷം ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കുന്ന ബബിതയാണ് കാണിക്കുന്നത്. ബബിത പറയുന്നുണ്ട്, ആ ശരണ്യ ഒറ്റൊരുത്തി കാരണമാണ് രോഹിയേട്ടൻ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത്, അതെങ്കിലും അവൾ മനസ്സിലാക്കണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ച് അലീനയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട്. അതുപോലെ അലീന വീണ്ടും ശരണ്യയുടെ വീട്ടിൽ ചെല്ലുന്നുണ്ട്. അവിടെ ചെല്ലുമ്പം ശരണ്യയുടെ ആങ്ങളയ്ക്കൊന്നും അനിയനൊന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അങ്ങോട്ട് ചെല്ലുന്നേ. അതിന് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് വീണ്ടും വീണ്ടും ഇങ്ങോട്ട് വരുന്നതെന്ന്. അതുപോലെ അയലോക്കത്തെ ഉള്ള ആരൊക്കെയോ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം അലീന പറയുന്നുണ്ട്, ഞാൻ അവളെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് വന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി അതിൻ്റെ പേരിൽ ഇനി വല്ല പ്രശ്നം ഉണ്ടാകുമോ എന്നറിയില്ല. ഏതായാലും ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്.